വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന SSLC എക്സാമിനേഷൻ മാർച്ച് 2025 മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഓണമുറ്റത്ത്. കവിതയിൽ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മഹാബലിയെ, കവിയെ, ഉണ്ണികളെ, അരചനെ. ആരെയാണ്? കവിയാണ്. രണ്ടാമത്തത്, അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിന്റെ ആ ചിരബന്ധുവിന്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു. ചിരബന്ധു എന്ന പദത്തിന് പാഠസന്ദർഭത്തിലുള്ള അർത്ഥം എന്ത്? അതായത് ദീർഘകാലമായുള്ള ബന്ധു എന്നാണ്. എന്താണ്? ദീർഘകാലമായുള്ള ബന്ധു. മൂന്നാമത്തെ, മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ഗുരുവചനം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ത്? ഗുരുവും വചനവും. ഗുരു എന്ന വചനം, ഗുരുവായ വചനം, ഗുരുവിന്റെ വചനം. ഏതാണ്? ഗുരുവിന്റെ വചനം. അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. പ്ലാവിലക്കഞ്ഞിയിലെ ഒരു കമന്റ് ആണ് അല്ലെ. കോരന്റെ ഹൃദയത്തെ നോവിച്ച അപരാധബോധത്തിന്റെ കാരണം എന്തായിരുന്നു? വൃദ്ധപിതാവിനെ തകഴിയിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയത്. നെല്ലുകൂലി കിട്ടിയില്ലെങ്കിലും ജോലിക്ക് പോയത്. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്താതിരുന്നത്. ജന്മിയുടെ അനീതിക്കെതിരെ പ്രതികരിക്കാത്തത്. ഇതിലേതാണ് ശരിയായ ഉത്തരം? വൃദ്ധപിതാവിനെ തകഴിയിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ്. റേഡിയോയുടെ പിന്നിൽ നോക്കി അറിയാം ഒരു കുട്ടിയുടെ പടം. ചാക്കുണ്ണിയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്താണ്? റേഡിയോ തിരിച്ചെടുക്കാനുള്ള മടി, റേഡിയോ കേൾക്കാനുള്ള താല്പര്യക്കുറവ്, പണയം മുതൽ ഉപേക്ഷിക്കുവാനുള്ള ആഗ്രഹം, റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വച്ചില്ലെങ്കിലോ എന്ന ആശങ്ക. ഏതാണ്? റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വച്ചില്ലെങ്കിലോ എന്ന ആശങ്കയാണ്. നെക്സ്റ്റ്, 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 3 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ചുവടെ നൽകിയ വാക്യത്തിൽ ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എങ്ങനെയാ മോനെ വരിക? അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. വരിക എന്നുള്ളത് അമ്മ ചോദിക്കുകയാണ് മോനോട്, ഞാൻ എങ്ങനെയാ മോനെ വരിക? അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. 2, അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാ. അവിടെ ഫുൾ സ്റ്റോപ്പ് വേണം. അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാ. അവിടെ ഫുൾ സ്റ്റോപ്പ് വേണം. പിന്നെ ഇന്നലെയും വിളിച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ തിരുത്തി എഴുതേണ്ടത്. 7, നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബയറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന്. ബയറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. ഈ വാക്യം പത്രത്തെക്കുറിച്ച് നൽകുന്ന 2 സൂചന എഴുതുക. നമുക്കറിയാം, പത്രം എന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ്? നമുക്ക് ഒരാളെ നല്ലവനുമാക്കാം, മോശക്കാരനുമാക്കി മാറ്റാൻ കഴിവുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത് പത്രം എന്ന് പറയുന്നത്. അതായത് ശക്തമായ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. എന്തെങ്കിലും ഒരു വിപ്ലവം സൃഷ്ടിച്ചത് നേടിയെടുക്കാനും നമുക്ക് പത്രം അനുകൂലമാണ്. അതുപോലെ തിരിച്ചും ഒരുത്തനെ വളരെ മോശമാക്കി തീർക്കാനും എന്താണ്? പത്രം കൊണ്ട് സാധിക്കും. അപ്പോ ബയറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് അത് അത്രയും മുനവച്ച് വാക്കുകളാണ്. പത്രത്തിൽ വരുന്ന വാക്കുകൾ അത്രയും മൂർച്ചയുള്ളതാണ്. അപ്പൊ ബയറ്റിന്റെ മൂർച്ചനേക്കാൾ ഭയാനകരമാണ് എന്തെന്ന്? പത്രത്തിന് എന്ന് പറയുന്നത്. അപ്പോ 2 രീതിയിലും നല്ലതിനും ചീത്തയ്ക്കും എന്തുപകരിക്കും? പത്രത്തെ ഉപയോഗിക്കാം അല്ലേ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചു ചക്കരിച്ചി എന്ന ഉപന്യാസത്തിൽ ലേഖകൻ കൊച്ചു ചക്കരിച്ചിക്ക് നൽകിയ ഏതെങ്കിലും 2 മനുഷ്യഭാവം എഴുതുക. കൊച്ചു ചക്കരിച്ചി AP ഉദയഭാനുവിന്റെ ഉപന്യാസമാണ് അല്ലേ. അതില് എന്തൊക്കെയാണ്? തന്റെ തറവാട്ടിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു മാവിന്റെ ജീവിതത്തെയാണ് ലേഖകൻ കൊച്ചു ചക്കരിച്ചി എന്ന ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ നിർജീവവും സാധാരണവുമായ പൂവുമായിരുന്ന ഈ കഥയ്ക്ക് ജീവൻ നൽകുന്നത് മാനുഷിക ഭാവത്തോടെ ഒരു കഥാപാത്രം എന്നോണം മാവിനെ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് ഉദാഹരണമായ നിരവധി സന്ദർഭങ്ങൾ എന്തിലുണ്ട്? ഈ ലേഖനത്തിലുണ്ട് അല്ലേ. കുട്ടികൾ മാവിന്റെ ചുവട്ടിൽ അണ്ണാൻ പിറന്നാൾ എന്ന യാഗം നടത്തിയപ്പോൾ അതിൽ പ്രീതിപ്പെട്ട മാവ്
അവർക്ക് മാങ്ങ പൊഴിച്ചു നൽകുന്നു. പിന്നെന്താ, ലോക പ്രശസ്തമായ മാവിന്റെ വംശത്തിലാണ് കൊച്ചു ചക്കരിച്ചി വന്ന് പിറന്നതാണ് എന്നാണ് ലേഖകൻ മാവിനെ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. അപ്പൊ വലിയ ചക്കരിച്ചിയും കൊച്ചു ചക്കരിച്ചിയും കുലശ്രേഷ്ഠകളാണെന്നും അവർ സഹോദരിമാരാണെന്നും വേണം ലേഖകൻ പറയുന്നത്. അതീശ്വരി, മുത്തശ്ശി, നേരുള്ളവൾ, കുലശ്രേഷ്ഠ, നിബിഡവും ശ്യാമളവുമായ തലമുടിയുള്ളവൾ തുടങ്ങിയ ലേഖകന്റെ അഭിസംബോധനകളിലും മാനുഷിക ഭാവമാണ് എന്ത് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. ആ എന്താണ് പറയുന്നുണ്ട് അല്ലെ, കുലശ്രേഷ്ഠകൾ, അതീശ്വരി, ആ മുടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ്. അപ്പോ ഇന്നത്തെ പത്രനീതി എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലെ, പത്രങ്ങൾ ചെയ്യുന്ന ഇന്നത്തെ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് അച്ചടിച്ചത് കണ്ടാൽ മനുഷ്യർ എന്ത് ചെയ്യും, ഇപ്പൊ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിൽ വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ ഇല്ല അല്ലെ. ചെറിയൊരു കാര്യം ഉണ്ടായാൽ അതിനെ ഒരുപാട് വികസിപ്പിച്ച് നടക്കാത്ത കാര്യങ്ങൾ പോലും നടന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അതിനെ അവതരിപ്പിക്കും. അപ്പോ അത് അച്ചടിച്ച് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആശയം വെച്ച് അത് എഴുതുക. ആ പ്രസ്താവനയെ ഇന്നത്തെ സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമുക്കുണ്ടായ ഒരുപാട് പത്രങ്ങളിൽ വന്ന TV വാർത്തകളിലും അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്ന ഒരുപാട് ന്യൂസുകളുണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ സംഭവമായിരിക്കും ഉണ്ടാവുന്നത്, അത് വികസിപ്പിച്ച് എഴുതിയിട്ട് എന്തായിരിക്കും, ചിലപ്പോ അത് ആ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. പക്ഷെ എന്തായി, അയാൾ നിരപരാധിയായിരിക്കും. ചിലപ്പോ ഒരാളെ നിരപരാധിയാക്കാനും ഒരാളെ അപരാധിയാക്കാനും എന്തുകൊണ്ട് കഴിയും, ഇത്തരം പത്രങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഈ സമകാലിക സംഭവത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനേതെങ്കിലും ഒരു സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴി എരിയും വെള്ളിത്താലം എടുത്തു നിരന്നു ലസിപ്പു നെയ്യാമ്പലുകൾ. ഓണമുറ്റത്ത് വരികളിലെ കാവ്യഭംഗി വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതുക, കാവ്യഭംഗി വിശദമാക്കാൻ പറയുമ്പോ ഇത് എഴുതിയത് ആരാണ്, എന്തിൽ നിന്നാണ് എടുത്തത്, അതൊക്കെ പറയണം. ജീവിതത്തിന്റെ കടലിനെ മഷിപ്പാത്രമാക്കി മലയാള കവിതയിൽ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ തീർത്ത വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിട എന്ന കാവ്യ സമാഹാരത്തിലെ കവിതയാണ് എന്ത്, ഓണമുറ്റത്ത്. ഗ്രാമവും ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും അദ്ദേഹത്തിന്റെ കവിതകളിലെ നിറസാന്നിധ്യമാണ്. വാഗ്മയ ചിത്രങ്ങൾ കൊണ്ട് തീർക്കുന്ന പ്രകൃതി വർണ്ണങ്ങൾ ഓണമുറ്റത്ത് എന്ന കവിതയെ ഏറെ ആസ്വാദ്യമാക്കുന്നു. മഴ കൊണ്ടാലും മേടുകൾ തോറും പാവം തുമ്പകൾ പൂക്കുട നിറച്ച് വിറച്ചു നിൽക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിച്ചു തീർക്കുന്ന ഇത്തരം വാഗ്മയ ചിത്രങ്ങൾ എന്താണ്, കവിതയെ ഹൃദ്യമാക്കുന്നുണ്ട്. അതുപോലെ തിരികൾ തെറുത്ത് കൊളുത്താൻ യോജിച്ച മുഹൂർത്തം നോക്കി കുഴഞ്ഞു മടങ്ങിയ കൈവിരലോടെ ദീപക്കുറ്റികൾ കാട്ടി നിൽക്കുന്ന മുക്കൂറ്റികൾ, അല്പം പോലും ഉറങ്ങാതെ വയലോലകളിൽ എന്താണ് സ്വർണ്ണ നിറത്തിലുള്ള കിഴികൾ എരിയുന്ന വെള്ളിത്താലങ്ങളുമായി എമ്പാടും ശോഭിച്ചു നിൽക്കുന്ന നെയ്യാമ്പലുകൾ, നേരത്തെ അതായത് നിലാവ് പരന്ന രാത്രിയിൽ കമുകിൻ പൂക്കുല നിറഞ്ഞ് മനോഹരമായി എതിരേറ്റു നിൽക്കുന്ന വഴിയിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളുകയായി. രാത്രി ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. അപ്പോ നീളമുള്ള മലയുടെ ചങ്ങലവട്ടയിൽ തിരുനാളം പാലെ നിടമാർന്ന വിരലിൽ നീട്ടിയും മനോഹരമായ കവിളുകൾ തുടുത്തും കുറച്ചു നാണത്തോടെ പതുങ്ങി ഒരുങ്ങി ഓടിക്കൂടി ഉടുത്തു വരുന്ന ഗ്രാമീണ കന്യകയായി പ്രഭാതത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവും ഒരുപാട് ഹൃദ്യമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കാവ്യഭംഗിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരിതീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി. എടി കള്ളി, നീ അത് മൊളിച്ചു മച്ചിരുന്നോ? പ്ലാവിലക്കഞ്ഞി. ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ ഇത്തരം ചിത്രങ്ങൾ പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ ഹൃദ്യമാക്കുന്നുണ്ട്. എങ്ങനെയല്ല നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പോ അതെങ്ങനെ എഴുതണം നമുക്ക് നോക്കാം അല്ലെ. ഇല്ലായ്മകളുടെ നടുവിൽ ജീവിക്കുന്നവനാണ് ആര്? കോരയും ചിരുതയുമെല്ലാം. പകലന്തിയോളം പണിയെടുത്തിട്ടും ഒരു നേരത്തിനുള്ള വക പോലും കണ്ടെത്താൻ കോരന് കഴിയുന്നില്ല. ഈ കഷ്ടപ്പാടുകളെല്ലാം അവർ അതിജീവിക്കുന്നത് സ്നേഹം കൊണ്ടും പരസ്പരമുള്ള
കരുതലും കൊണ്ടാണ്. വയറിനു സുഖമില്ല എന്ന് കോരൻ നുണ പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. എന്നാൽ ചിരുതയാവട്ടെ സ്വന്തം വിശപ്പ് മറച്ചു വെച്ചുകൊണ്ട് കോരനെ ഊട്ടുന്നു. സ്വന്തം വിശപ്പ് സഹിച്ചുകൊണ്ട് പങ്കാളിക്കായി ഭക്ഷണം മാറ്റിവെക്കുകയാണ് അവർ, അല്ലെ? മുറ്റം വിറ്റ് അരിക്കുള്ള കാശുണ്ടാക്കുന്ന ചിന്തയിൽ തന്നാലാവും വിധം ഭർത്താവിന് സഹായമാവണമെന്ന ചിന്തയും പ്രകടമാണ്. അപ്പോ അതാണ് എന്താണ് ഇത്തരം ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ നിരവധി ചിത്രങ്ങൾ എന്തിലുണ്ട്? ഈ പ്ലാവിലക്കഞ്ഞി എന്നുള്ള ഇതിലുണ്ട്. അതുപോലെ കോരന്റെ പിതാവിനോടുള്ള ബന്ധത്തിലും അവരുടെ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാണ്. ഏറെ നാളിന് ശേഷം അച്ഛനെ കണ്ടപ്പോഴുള്ള കോരന്റെ സന്തോഷവും അച്ഛന്റെ അവസ്ഥയ്ക്ക് താനാണ് കാരണമെന്ന അദ്ദേഹത്തിന്റെ കുറ്റബോധവും അച്ഛന്റെ പഴയ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന വിഷമവും എല്ലാം സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ചിരുതയാകട്ടെ ഇല്ലായ്മകൾക്കിടയിലും സ്വന്തം വിശപ്പും ആരോഗ്യവും മറന്നുകൊണ്ട് അച്ഛന് അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇല്ലായ്മയ്ക്കിടയിൽ പിണങ്ങിപ്പോകുന്ന മകനെ തേടി വരുന്ന അപ്പനും സ്നേഹം കൊണ്ട് വിശപ്പിനെയും ദാരിദ്ര്യത്തെയും അതിജീവിക്കാൻ ശ്രമിക്കുന്ന കോരനും ചിരുതയും എല്ലാം പ്ലാവിലക്കഞ്ഞിയിൽ എന്താണ് പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ എന്താണ് പ്രതീകങ്ങളാണ്. അപ്പൊ ഇത്തരം അവരുടെ ചിത്രങ്ങൾ എന്താണ് പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ ഹൃദ്യമാക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളിത് എഴുതേണ്ടത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങി പോകുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലായതോടുകൂടി പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ. ഓരോ വിളിയും കാത്ത് മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, നിസ്സഹായതയിലേക്ക് വഴുതി വീണതുപോലെ എന്നീ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തെ ഭാവതീവ്രമാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്തത്. അതായത് ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായത, അത്രയും നാള് എത്രയും കൊള്ളില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അച്ഛനോട് അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു, അല്ലെ? അപ്പോ ആ മൗനത്തിലേക്ക് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും. അമ്മ തീർത്തും എന്താണ് ഒറ്റയ്ക്ക് അവരുടെ എല്ലാം എന്താണ് അവരുടെ കളിചിരികളൊക്കെ മാഞ്ഞു പോകുന്നു, അല്ലെ? നിസ്സഹായതയിലേക്ക് അതുപോലെ വഴുതി വീണ അവര് പോകുന്നു. അപ്പൊ ഇതൊക്കെ ഈ കഥാസന്ദർഭത്തെ എന്താക്കുന്നുണ്ട്? ഭാവതീവ്രതമാക്കുന്നുണ്ട്, അല്ലെ? ആ ഭാവം നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ ഞാൻ അങ്ങനെ അറിഞ്ഞു. തയ്ക്കുന്ന സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തിന്നുമ്പോ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോ വയലും വീടും. പണയം എന്ന ചാപ്റ്ററിലേത് ഇതാണ്, അല്ലെ? അപ്പൊ കഥയിൽ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വിശദമാക്കുക. ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് മുമ്പ് പറയുന്ന രീതിയിലുണ്ട്, അല്ലെ? എന്താണ് കുട്ടികളെ പോലെ നോക്കേണ്ട സാധനമാണ്. അപ്പോ അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ അവരോട് പറയുന്നതും അങ്ങനെയുള്ള കുറെ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തി എന്താണ് അത് ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ സന്ദേശങ്ങളുടെ കാലിക പ്രസിദ്ധിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതെ അല്ലെ? എന്താണ് മതം ഏതായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, മനുഷ്യൻ നന്നായാൽ എന്തായി? എല്ലാം നന്നായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പോ ഇന്നത്തെ കാലത്ത് അല്ലെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞും നമ്മൾ എത്ര പുരോഗമനം കൈവരിച്ചു എന്ന് പറഞ്ഞാലും ജാതിയും മതത്തിന്റെ പേരൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? നമ്മള് പരസ്പരം തമ്മിലടിക്കുന്നു. ഇതേ സമയത്ത് നമ്മൾ കണ്ടു പ്രളയം വന്ന സമയത്ത് പ്രളയത്തെ അതിജീവിച്ച് ജാതി മതം ഭേദമന്യേ എല്ലാവരുടെയും രക്തത്തിന്റെ നിറം ഒന്നാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല, രക്ഷപ്പെടുത്തിയതിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കാലിക പ്രസക്തിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്, ഇന്നത്തെ പ്രസക്തി എന്താണ് എന്ന കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും അവർക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ടോ? അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ആശയവും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് വാർദ്ധക്യം നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ വാർദ്ധക്യത്തിൽ മനുഷ്യൻ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്തൊക്കെയാണ്? അമ്മേനെ പുറത്താക്കുന്നു, അച്ഛനെ പുറത്താക്കുന്നു, അവരുടെ മുതൽ മുഴുവൻ വാങ്ങിക്കുന്നു. അപ്പൊ ആ വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോ ഉപന്യാസം എഴുതുന്നതിന് മുമ്പ് ആ വിഷയത്തെ കുറിച്ച് ഉപന്യാസം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് വേണം? മനുഷ്യത്വവും മാനവികതയും അന്യമായി കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തെ ബാധ്യതയായി കാണുന്ന വർത്തമാന ലോകത്ത് മനുഷ്യന് തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കവിതയാണ് എന്ത്? റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ്. പ്രായം ചെന്ന് കണ്ണും കാതും കേൾക്കാതെ മരണത്തെ കാത്തിരിക്കുന്ന സ്വന്തം അമ്മയെ ഭാര്യയുടെയും കൂടുള്ള സമ്മർദ്ദത്താൽ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന മകനെയാണ് എന്ത് ചെയ്യുന്നത് കവിതയിൽ കാണാൻ കഴിയുക. അപ്പൊ സ്വന്തം മകനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ അമ്മ കാറിൽ പലയിടങ്ങളിൽ കറങ്ങി തിരിഞ്ഞു പോകുന്നു. ഇരുട്ടിന്റെ മറവിൽ അമ്മയുമായി മാളിന്റെ പരിസരത്തേക്ക് ചെന്നപ്പോ അവിടെ അമ്മ എന്താണ് പ്രസവിച്ചു കിടക്കുന്ന ഒരു പട്ടി കുരച്ചു ചാടി അയാളെ പിന്തിരിപ്പിക്കുന്നു. അപ്പൊ അമ്മ തന്നെ ഏതൊക്കെ വിധത്തിലാണ് നോക്കിയത് എന്നുള്ളതൊക്കെ ഓരോ സന്ദർഭത്തിലും ആ മകൻ തിരിച്ചറിയണം. ഓരോ സ്ഥലത്ത് ഉപേക്ഷിക്കാൻ ചെല്ലുമ്പോഴും അവിടെയൊക്കെ അവർക്ക് എന്താണ് ഓരോ അനുഭവങ്ങൾ നേരിടുകയാണ് അല്ലെ. അപ്പോ മക്കളെ പോറ്റി വളർത്തിയ ഒരു അമ്മയുടെ ജീവിതം മുഴുവൻ എന്താണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാണ് ഈ കവിതയിലൂടെ അല്ലെ. സ്വന്തം അമ്മയെ പരിപാലിക്കാൻ ശ്രമിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാനുള്ള മക്കളുടെ ശ്രമത്തെ അല്ലെ ഒരുപാട് ഇതിലൂടെ ആ കവി അതിലൂടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്തും വാർദ്ധക്യം നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപാടാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഉപന്യാസം എഴുതുന്നതിന് മുമ്പ് ആ വിഷയത്തെ കുറിച്ച് ഉപന്യാസം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് വേണം? മനുഷ്യത്വവും മാനവികതയും അന്യമായി കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തെ ബാധ്യതയായി കാണുന്ന വർത്തമാന ലോകത്ത് മനുഷ്യന് തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കവിതയാണ് എന്ത്? റഫീഖ് അഹമ്മദിന്റെ 16ാമത്തെ ക്വസ്റ്റ്യൻ. ആ പൂങ്കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു. തൊട്ട വീട്ടിൽ പാർക്കുന്ന ശത്രുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യും മത്തായി. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ട് നിൽക്കുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു. അപ്പൊ സൂചനകൾ, പാഠഭാഗത്തിലെ ആശയം, മറ്റു പ്രസക്ത ഭാവങ്ങൾ, സമകാലിക പ്രസക്തി ഇതൊക്കെ ഉൾപ്പെടുത്തി കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്കാരവും വിജ്ഞാനവും ഫലപ്രദമായി പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ. മുകളിൽ നൽകിയ പ്രസ്താവനയും അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ ആശയവും സമകാലിക അവസ്ഥകളും വിശകലനം ചെയ്ത് മാതൃഭാഷയും മലയാളികളും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. അപ്പൊ മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്താണ് വിഷയം? മാതൃഭാഷയും മലയാളികളും. അത് ഹെഡിങ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ എഴുതാൻ. അപ്പൊ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ ആശയവും അതിന്റെ സമകാലിക അവസ്ഥകളും വിശകലനം ചെയ്ത് വേണം എന്ത് ചെയ്യാൻ മുഖപ്രസംഗം തയ്യാറാക്കാൻ.